നവംബർ 13 32 ആഴ്ചയിലെ വ്യാഴാഴ്ച. ലൂക്ക 17 20 മുതൽ 25 വരെ വാക്യങ്ങൾ. ഒരു കൊച്ചു പെൺകുട്ടി തൻ്റെ മുത്തച്ഛനോടൊപ്പം ഒരു തുറന്ന കിണറ്റിനരികിൽ നിൽക്കുകയായിരുന്നു. അവർ ഒരു ബക്കറ്റ് താഴ്ത്തി കുടിക്കാൻ വെള്ളം കോരിയെടുത്തു. അപ്പോൾ ആ പെൺകുട്ടി ചോദിച്ചു, മുത്തച്ഛ, ദൈവം എവിടെയാണ് താമസിക്കുന്നത്? വൃദ്ധൻ കൊച്ചു പെൺകുട്ടിയെ എടുത്ത് കിണറിന് മുകളിലൂടെ പിടിച്ച് വെള്ളത്തിലേക്ക് നോക്കൂ, അദ്ദേഹം പറഞ്ഞു. നീ എന്താണ് കാണുന്നത് എന്നോട് പറയുക. ഞാൻ എന്നെ തന്നെ കാണുന്നു എന്ന് പെൺകുട്ടി പറഞ്ഞു. അവിടെയാണ് ദൈവം വസിക്കുന്നത്, വൃദ്ധൻ പറഞ്ഞു. അവൻ നമ്മളിൽ വസിക്കുന്നു. ദൈവരാജ്യം എപ്പോൾ വരുമെന്ന് ഫരിസേയർ യേശുവിനോട് ചോദിക്കുന്നതോടെയാണ് ഇന്നത്തെ സുവിശേഷം ആരംഭിക്കുന്നത്. ദൈവരാജ്യം നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒന്നല്ലെന്ന് യേശു അവരോട് പറയുന്നു. തുടർന്ന് യേശു പറഞ്ഞു, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ട്. ദൈവരാജ്യം നമ്മിൽ ഓരോരുത്തരുടെയും ഉള്ളിലാണെന്ന ആശയത്തെക്കുറിച്ച് ഈ വാക്യം സംസാരിക്കുന്നു. ദൈവവുമായി ബന്ധപ്പെടാനും നമ്മുടെ ഹൃദയങ്ങളിലും ആത്മാവിലും അവൻ്റെ സാന്നിധ്യം നേരിട്ട് അനുഭവിക്കാനും നമുക്ക് ശക്തിയുണ്ട് എന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവവുമായുള്ള ഈ ഉറ്റ ബന്ധം നമ്മോടുള്ള അവൻ്റെ നിരുപാധികമായ സ്നേഹത്തിൻ്റെയും നമ്മിൽ വസിക്കാനുള്ള അവൻ്റെ ആഗ്രഹത്തിൻ്റെയും പ്രതിഫലനമാണ്. പ്രാർത്ഥന, ധ്യാനം, സ്നേഹത്തിൻ്റെയും ദയയുടെയും പ്രവൃത്തികൾ എന്നിവയിലൂടെ ഈ ആന്തരിക രാജ്യത്തെ അംഗീകരിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ ലൗകിക ആശങ്കകളെ മറികടക്കുന്ന സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സംതൃപ്തിയുടെയും ഒരു അനുഭവം നമുക്ക് ലഭിക്കും. കൂടാതെ യുഗാന്ത്യ ശാസ്ത്രത്തിലെ ഒരു കേന്ദ്ര വിശ്വാസമായ യേശുവിൻ്റെ രണ്ടാം വരവിനെ ഈ വാക്യം സൂചിപ്പിക്കുന്നു. ദൈവരാജ്യം ഇപ്പോൾ നമ്മിൽ അനുഭവിക്കാൻ കഴിയുമെങ്കിലും ഭൂമിയിൽ തൻ്റെ രാജ്യം അതിൻ്റെ പൂർണ്ണതയിൽ സ്ഥാപിക്കാൻ യേശു മടങ്ങി വരുന്ന ഒരു ഭാവി സമയത്തെക്കുറിച്ചുള്ള വാഗ്ദാനമുണ്ട് എന്ന് ഇത് ഓർമ്മിപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ചുള്ള ഈ പ്രതീക്ഷ വിശ്വാസത്തോടും പ്രത്യാശയോടും സ്നേഹത്തോടും കൂടി ജീവിക്കാനും രാജാക്കന്മാരുടെ രാജാവായും എല്ലാവരുടെയും നാഥനായും വാഴുന്ന യേശുവിൻ്റെ ആ മഹത്തായ ദിനത്തിനായി ഒരുങ്ങാനും നമ്മെ ഇത് ആഹ്വാനം ചെയ്യുന്നു. പാപത്തിനും മരണത്തിനുമെതിരായ അവൻ്റെ ആത്യന്തിക വിജയത്തിലുള്ള നമ്മുടെ വിശ്വാസത്തെ പ്രതിഫലിപ്പിക്കുന്ന രീതിയിൽ ജീവിക്കാനും പ്രതീക്ഷയോടും ഭക്തിയോടും കൂടി അവൻ്റെ വരവിനായി കാത്തിരിക്കാനും ഇത് നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു. നാം പലപ്പോഴും ദൈവരാജ്യം അനുഭവിക്കാൻ കഴിയാത്തതുകൊണ്ട്, അതിനായി തുറന്നിരിക്കാത്തതുകൊണ്ടോ മാത്രമാണ് നമുക്കത് നഷ്ടമാകുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് ബോധപൂർവം നമ്മുടെ കണ്ണുകളും ഹൃദയങ്ങളും തുറന്ന് ദൈവരാജ്യം നമ്മുടെ ഇടയിലും നമ്മുടെ ഉള്ളിലും എങ്ങനെയാണ് സ്ഥാപിതമാകുന്നത് എന്ന് ശ്രദ്ധിക്കാം. ദൈവം തീർച്ചയായിട്ടും നമ്മളെ അത്ഭുതപ്പെടുത്തുകയും ആനന്ദിപ്പിക്കുകയും ചെയ്യും. എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR from Kerala.